ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാവിലത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണിക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 2-3 ദിവസമായി ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടോ. അപ്പോൾ നല്ല സുഖമല്ലായിരുന്നു, തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുക്ക് ചെയ്യണ സമയത്താണ് ശരി ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് മോരുകറിയും അതുപോലെ തന്നെ വാഴയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അതിനുള്ള വാഴയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. കുമ്പളങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലാച്ചാൽ പിന്നെ നമ്മുടെ പണികളൊന്നും പെട്ടെന്ന് കഴിയില്ല കേട്ടോ. രാവിലെ നമ്മൾ എത്ര മണിക്ക് നീറ്റാലും പിന്നെ ഉച്ചവരെയും പണിയുള്ളത് പോലെ തന്നെ ഉണ്ടാവും. സ്കൂളുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ രാവിലെ തന്നെ ആവും. പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ വേഗം ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ വേഗം പണി വരും കേട്ടോ. പക്ഷേ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് എഴുന്നേൽക്കുമ്പോഴും വൈകും. പിന്നെ നമ്മൾ സമാധാനത്തിലല്ലേ ഓരോ ജോലികളും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും 10-11 മണിയൊക്കെ ആവും കേട്ടോ. അതിന് മുമ്പ് ഇവരൊക്കെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് കാപ്പി കൊടുക്കുക, അത് കഴിഞ്ഞാൽ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അങ്ങനെ സമയം പോണതേ അറിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള പരിപാടികൾക്കൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മളെ പണി കഴിയുന്നതിൻ്റെ ഒപ്പം ഇവരുടെ അടി പിരിക്കാനൊക്കെ പോകണം. അങ്ങനെ എല്ലാ വീട്ടിലുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, വീഡിയോസ് കാണുന്നവർ. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെക്കേഷൻ ആണെങ്കിൽ ഇവരുടെ അടി പിരിക്കാൻ തന്നെ നമുക്ക് സമയം കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പണി ചെയ്യണ അവിടെ നിന്ന് കുറേ പ്രാവശ്യം അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഹാളിലേക്ക് വരണം. ഇവർക്ക് ടി വിക്ക് അടിയാണ്, ഫോണിന് അടിയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇവർക്ക് അടിയാവുന്ന സമയത്ത് അടി പിരിക്കാനായിട്ട് ഞാൻ വരേണ്ടി വരും കേട്ടോ. അങ്ങനെ തല്ലും പിടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും അമ്മ അമ്മ എന്നിങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് വേണമല്ലോ പിന്നെ അടുക്കളയിലോട്ട് പോകാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ അരമണിക്കൂറിൻ്റെ പണി 1 മണിക്കൂറാവും കേട്ടോ. അതുപോലെ പാത്രം കഴുകാൻ നിന്ന് 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. ഇവരെ അടിയൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് പോകണമെങ്കിൽ പിന്നെ അടുക്കള എത്തുമ്പോഴേക്കും പിന്നെ വിളി തുടങ്ങും കേട്ടോ. അമ്മ ഒന്ന് ഇങ്ങോട്ട് വരുമോ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന്. അവർക്ക് ഒത്തുതീർപ്പാക്കണമെങ്കിൽ ഞാൻ ഇടയിൽ വേണം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നാക്കി പോയിട്ടുണ്ടാവും. പിന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ ഒന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞാനായി പുറത്ത്. അങ്ങനെ കേട്ടോ ഇവരുടെ അടികൂടൽ എപ്പോഴും. ടി വിക്കും റിമോട്ടിനാണ് മെയിൻ ഇവിടെ പ്രശ്നം. അതെന്താ വെച്ചാൽ ടി വി കാണുമ്പോൾ റിമോട്ട് ആരാണോ കാണുന്നത് അവരുടെ കയ്യിലായിരിക്കണം കേട്ടോ റിമോട്ട്. അല്ലാതെ വേറെ ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ ഇവർക്ക് ടി വി കണ്ട ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അങ്ങനെ ടി വിയുടെ റിമോട്ട് കയ്യിൽ പിടിച്ചാലേ ഇവർക്ക് ടി വി കണ്ടൊരു സുഖം ഉണ്ടാവുള്ളൂ. അതിനാണ് മെയിൻ അടി. ആരാണോ ടി വി കാണുന്നത് അവരുടെ കയ്യിൽ റിമോട്ട് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ ഡാഡി. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇന്നൊരാൾക്ക് റിമോട്ട് കൊടുക്കണം എന്നൊക്കെ. പക്ഷേ ആ 1 മണിക്കൂർ കഴിഞ്ഞാലും ചിലപ്പോൾ ഇനിയൊരു 10 മിനിറ്റ് ഇല്ല ഒരു 5 മിനിറ്റ് വേണ്ടിയിട്ട് കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അവിടെ അടിയായി. അതാണ് ഇവിടെ മെയിൻ സംഭവം. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വാഴയ്ക്കൊക്കെ അരിഞ്ഞിട്ട് ഉപ്പേരിക്ക് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് കുമ്പളങ്ങ കറിയിലേക്കുള്ള കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോര് കറി വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ മോര് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മോര് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മോര് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മോര് കറി ഉണ്ടാക്കണത്. പിന്നെ മോരുകറി വെക്കാനും സിമ്പിളാണ്. നമ്മൾ കുമ്പളങ്ങ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് അതിലോട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി തൈരും കൂടി ഒഴിച്ചിട്ട് അരച്ചൊഴിച്ചാൽ നമുക്ക് സിമ്പിളാണ് മോരുകറി വെക്കാൻ. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മോരുകറി ഉണ്ടാക്കിയാൽ കഴിക്കാൻ. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് ചേനപ്പേരി ഇല്ലെങ്കിൽ വാഴയ്ക്ക ഉപ്പേരി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. അപ്പോഴേക്കും തന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു. അതിൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. ഉപ്പേരി വേകണം, അതിൻ്റെ ഒപ്പം തന്നെ ചോറും പാകാവണം, എന്നാലാണ് എനിക്ക് കുമ്പളങ്ങ കറി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ടൊന്ന് പോയിട്ട് പാത്രം കഴുകുക, അടിച്ച് വാരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വേവിക്കാനിടണ സമയം കൊണ്ട് പാത്രം കഴുകും. ഒരു ടൈം നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ, ഇത്ര സമയം വേണം അത് വേവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാത്രം കഴുകും, അടിച്ചു വാരും. അപ്പോൾ അങ്ങനെ കുക്കിംഗ് കഴിയണ സമയത്ത് തന്നെ നമ്മുടെ ക്ലീനിങ്ങും കൂടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമായില്ലേ, പിന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സിങ്കും കൂടി ഒന്ന് കഴുകി ഇടുന്നുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഇവർ വഴുകണോണ്ട് കേട്ടോ ഈ കുക്ക് ചെയ്യണ സമയത്തേക്ക് പാത്രം കഴുകാനൊക്കെ ആവണത്. അല്ലെങ്കിൽ ഇവരൊക്കെ സ്കൂളുള്ള സമയം
പണിയാണെങ്കിൽ ഞാൻ ഇവർ പോയതും ആദ്യം കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പോവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഇവരൊക്കെ മെല്ലെയല്ലേ എണീക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിയാനും നേരാവും. അതുകൊണ്ട് എൻ്റെ ഈ പണികളൊക്കെ ബാക്കിയാണ് കേട്ടോ. ഈ വെക്കേഷൻ ഇനി കഴിയണ വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സ്കൂളൊന്നും ഇനി തുടങ്ങുമ്പോഴാണ് നമ്മൾ പിന്നെയും പഴയ റൊട്ടീനിലോട്ടൊക്കെ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് എൻ്റെ വാഴയ്ക്ക് ഉപ്പേരിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രം തന്നെ കഴുകിയിട്ട് ഉപ്പേരി വെക്കാനായിട്ട് എടുക്കാനായിട്ട്. നമ്മൾ അങ്ങനെ തന്നെ വെക്കുമ്പോൾ നന്നായിട്ട് ആ വാഴയ്ക്കയുടെ ഇതുണ്ടാവുമല്ലോ പാത്രത്തിൽ. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ പാത്രം നന്നായിട്ട് ഇങ്ങനെ കറുപ്പ് കളറാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വാഴയ്ക്കൊക്കെ മാറ്റിയിട്ട് ആ പാത്രം തന്നെ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ കടുക് വറുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാഴയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ കുക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കരി പിടിച്ച പോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ച പോലെ ഒന്നും ഇല്ലാതിരിക്കട്ടെ. ചിലവരുടെയൊക്കെ പാത്രങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ പാല് കാച്ചിയ പാത്രം, ചായപാത്രമൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കറുപ്പ് കളറായിട്ടുണ്ടാവും കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും അതങ്ങനെ തന്നെ ചൂടാക്കുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മളത് തേച്ച് കഴുകിയാലും പോവില്ല. പക്ഷെ നമ്മൾ ഉടനെ തന്നെ നമ്മളത് തേച്ച് ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറുപ്പ് കളർ പോലെ പാലിൻ്റെ അടയാളം അല്ലാതെ ചായയുടെ അടയാളം അങ്ങനെ ഒന്നും ഉണ്ടാവണം, അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സ്റ്റീൽ സ്ക്രബ് കൊണ്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകും. അങ്ങനെ പോവാത്താണെങ്കിൽ നമ്മളിങ്ങനെ സബീനല്ല പീതാംബരി പൗഡർ ഇട്ടിട്ട് ഈ സ്റ്റീൽ പാത്രങ്ങളായാലും കഴുകിയ നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എന്തോ ഇങ്ങനെ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ വിളക്കൊക്കെ കഴുകണത് നമ്മൾ പീതാംബരി പൗഡർ യൂസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് തേച്ച് നോക്കിയപ്പോൾ നല്ല ക്ലീൻ ആയിട്ടോ പാത്രം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പീതാംബരി പൗഡർ നമ്മൾ പിച്ചള അങ്ങനെ പാത്രങ്ങൾക്ക് മാത്രമല്ല സ്റ്റീൽ പാത്രത്തിൽ യൂസ് ചെയ്താലും നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ പുതിയ പാത്രം പോലെ ആവുന്നുണ്ട് ആ പാത്രങ്ങൾ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മുടെ വാഴയ്ക്ക് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വാഴയ്ക്ക് ഉപ്പേരിയൊക്കെ മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് കുമ്പളങ്ങ മോരുകറി വെക്കാനായിട്ട് കുമ്പളങ്ങയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ നേരം കൊണ്ട് നമ്മുടെ ചോറൊക്കെ പാകം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കുമ്പളങ്ങ അരിഞ്ഞതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പോയി അടിച്ചൊക്കെ ഒന്ന് വാരിയിട്ട് വരും കേട്ടോ. അടിച്ച് വാരി അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികളൊക്കെ ഇടുക. അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഒന്ന് കുക്ക് ചെയ്യണതിന് മുമ്പ് തന്നെ ചെയ്യും, അല്ലെങ്കിൽ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ പോയിട്ട് ചെയ്യണം കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിയുന്ന സമയം കൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ആവും. പിന്നെ നമുക്ക് അടിച്ചു വാരലും തുടയ്ക്കലും എല്ലാം ഈ കുക്ക് ചെയ്യണ സമയത്ത് തന്നെ തീരുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ ഞാൻ കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ആ വേവണ സമയം കൊണ്ട് ഞാൻ പോയിട്ട് അടിച്ചു വാരിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഓണം ക്ലീനിങ് വ്ളോഗിൽ അതുപോലെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ചേച്ചി ഇനി ക്ലീനിങ് സമയത്ത് ഇങ്ങനെ ഡസ്റ്റ് അലർജി ആവാത്ത പോലെ എന്തെങ്കിലും ടിപ്സ് പറയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ആ കുട്ടി കുറച്ച് കഴിഞ്ഞത് ഞാൻ മെസ്സേജ് കണ്ട് കുറച്ച് കഴിഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. ഇനി ഫസ്റ്റ് കമൻറ്റായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഇനി എന്താ അങ്ങനെ ഡിലീറ്റ് ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആ കുട്ടിക്ക് വേണ്ടി പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഡസ്റ്റ് നമുക്ക് അങ്ങനെ കൂടുതലാവാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും അതുപോലെ തന്നെ നമ്മൾ അടിച്ചു വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ചൂലയും കൊണ്ട് ഇങ്ങനെ എത്തണ സ്ഥലത്തൊക്കെ ഒന്ന് നമ്മൾ കൈയോടെ ക്ലീനാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാ മാസവും ഇങ്ങനെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ കർക്കിടകമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോ മാസം അപ്പോൾ കഴിഞ്ഞ മാസം കർക്കിടക ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ഈ മാസമായപ്പോൾ നമുക്ക് ഓണം ക്ലീനിങ് ആയി. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും ഞങ്ങൾക്ക് നവംബർ ഡിസംബറിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഉത്സവമൊക്കെ വരിക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ. അപ്പോൾ അപ്പോഴും എനിക്കൊരു ക്ലീനിങ് വരും. അപ്പോൾ അങ്ങനെ 1.5 മാസം 2 മാസം ഗ്യാപ്പിൽ തന്നെ എനിക്കിങ്ങനെ മേലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മാറാല തട്ടണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണതുകൊണ്ട് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല കേട്ടോ. അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ആവാൻ നമ്മൾ വിടണോ വീട് എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യണ വീടല്ല. അപ്പോൾ നമ്മളത് എപ്പോഴും ക്ലീൻ ആയിട്ട് വയ്ക്കില്ല. അതൊരു വിശേഷം വരുമ്പോഴാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെയല്ല. നമ്മളെപ്പോഴും തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു റൂം വൃത്തിയാക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ദിവസം ഇന്നൊരു റൂം വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം കിച്ചൺ ക്ലീൻ ചെയ്യുക. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ക്ലീനിങ് ചെയ്യണതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടയേർഡ് ആവില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് ചെയ്യണ സമയത്ത് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ഒരു സമയത്താകുമ്പോൾ നമുക്ക് ഈ ക്ലീൻ ചെയ്യണതിൻ്റെ ഒരു താല്പര്യം ഇല്ലാണ്ടാവും കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ക്ലീനിങ് ചെയ്യണ സമയത്താണെങ്കിൽ അന്ന് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ലഞ്ച് ഉണ്ടാക്കും.
അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കിച്ചണിൽ അടുത്ത പണി ചെയ്യണ സമയത്ത് നമുക്ക് അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കില്ലല്ലോ. എനിക്ക് എപ്പോഴും കുക്ക് ചെയ്യണ സമയത്ത് കിച്ചൺ ക്ലീൻ ആയിട്ട് ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ കഴിഞ്ഞാൽ ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ നിൽക്കും. പിന്നെ ഉച്ചയ്ക്കലത്തെ കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാത്രം കഴുകലും കിച്ചണൊക്കെ ഒന്ന് വൈകുന്നേരങ്ങൾ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യല്ലോ. പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ പോകണം സമയത്ത് ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോവുകയാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴും കിച്ചൺ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഇപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരി വരുന്ന സമയം കൊണ്ട് കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലോട്ട് നാളികേരവും പച്ചമുളകും ജീരകവും കൂടി അരച്ച് ഞാൻ വെള്ളം ചേർക്കാറില്ല കേട്ടോ. തേങ്ങ അരയ്ക്കണ സമയത്ത് ഞാൻ തൈര് വെള്ളത്തിന് പകരമായിട്ട് തേങ്ങയിൽ ഒഴിച്ചിട്ട് അരയ്ക്കാനോ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ തുടയ്ക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ തുടയ്ക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇതേപോലെ ഒരു ക്ലീനിങ് ചെയ്യണ്ടല്ലോ. അപ്പോൾ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേന് എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും അടിച്ചുവാരലും തുടയ്ക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉച്ച സമയത്ത് കുറച്ച് ഫ്രീ ആണ്. പിന്നെ വൈകിട്ട് നമ്മൾ ചായയൊക്കെ വെക്കണ സമയത്താണ് കേട്ടോ. പിന്നെ ഒന്നുകൂടി വൈകുന്നേരം വിളക്കൊക്കെ വെക്കാറാകുമ്പോഴത്തേനും അടിച്ചൊക്കെ വാരും. പിന്നെ വൈകുന്നേരം ചായയൊക്കെ വെക്കണ സമയത്താണ് പിന്നെ അടുത്ത പണികളൊക്കെ തുടങ്ങുള്ളൂ. നമ്മൾ കഴിച്ചതും അങ്ങനെ പിന്നെ വീണ്ടും ഉള്ള കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാവണത് വൈകുന്നേരത്താണ്. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യണ സമയത്ത് കുട്ടികളൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നോയ്സ് ഉണ്ടാവട്ടെ. എന്താ വെച്ചാൽ ഞാൻ എത്ര ഒതുങ്ങി മാറി വന്നിരുന്നാലും അവരുടെ സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാം. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഇപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്തൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവരും തന്നെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്ത് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാലാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.